ഒപ്പോ, വിവോ, റെഡ്മി ഫോണുകളുടെ റീസ്റ്റാർട്ട് പ്രോബ്ലം. എല്ലാവരുടെയും വിചാരം ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ചാർജ് ജസ്റ്റ് കിട്ടുന്നു, ഓണായി റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ല, ബാറ്ററിയിലുള്ള ഒരു ചെറിയൊരു കമ്പോണൻ്റ് ഉണ്ട്, അത് ഡാമേജ് ആവുന്നത്. അത് മാറ്റി ഒരുവിധപ്പെട്ട ഫോണിൻ്റെ കംപ്ലൈൻറ്റ് മാറും. ബാറ്ററി മാറേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്നതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിവോ ഫോണിൻ്റെ ബാറ്ററി, ഇത് വിവോയ്ക്ക് മാത്രമല്ല ഒപ്പോ, റെഡ്മിക്ക് എല്ലാം വരുന്ന കംപ്ലൈൻറ്റാണ്. ഈ ബോർഡിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി വെച്ചിരിക്കുകയാണ് ബാറ്ററിയുടെ ബാക്ക് വശം. ഇപ്പോൾ ഇതാ ഈ ഒരു ബോർഡിൻ്റെ അകത്ത് ഒരു ചെറിയ കമ്പോണൻ്റ് ഇരിപ്പുണ്ട്, കണ്ടോ? ഇതാ ഈ ഒരു കമ്പോണൻ്റ്, ഞാൻ ഇപ്പോൾ കൈ വെച്ചിരിക്കുന്ന കമ്പോണൻ്റ് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഈ റീസ്റ്റാർട്ട് പ്രോബ്ലം വരുന്നത് ഫോണുകൾക്ക്. അത് റീപ്ലേസ് ചെയ്യുകയോ ഷോർട്ട് ചെയ്താലോ കംപ്ലൈൻറ്റ് മാറുന്നതാണ്. നമുക്ക് എന്തായാലും അതൊന്ന് ഷോർട്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കിയാൽ കാണാൻ ഞാൻ ആ കമ്പോണൻ്റ് ഒന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഫോണിലിട്ടൊന്ന് ഇട്ടതിന് ശേഷം ഞാൻ നമ്മളെ ഫോണിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാവേ. നേരത്തെ റീസ്റ്റാർട്ട് ഫോണായിരുന്നേ. നമുക്ക് ഞാൻ ചാർജ് കുത്തിയിട്ട് ഓണാക്കിയിട്ട്, ചാർജ് കുത്തി ഓണാക്കിയെന്ന് വെച്ചാൽ ബാറ്ററി ഒട്ടും ചാർജ് ഇല്ലായിരുന്നു, ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം, നോക്കിൻ്റെ കണ്ടീഷൻ. ഇത് എല്ലാ ഫോണിലും സക്സസ് ആവാറില്ല. ചില ഫോണിൽ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് വരാറുണ്ട്, പിന്നെ ബോർഡിൻ്റെ അകത്ത് ഇഷ്യൂവും വരും. പിന്നെ ഭൂരിഭാഗം ഫോണിലും ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതിനെല്ലാവരും ബാറ്ററിയാണ് ചേഞ്ച് ചെയ്യുന്നത്. കണ്ടോ? അപ്പം നമ്മൾ ആ കമ്പോണൻറ്റ് റെഡിയാക്കി, ഇപ്പം ആ ഫോൺ ഓണായി കയറിയിട്ടുണ്ട്. ആ ഫോൺ തന്നെ തന്നെ ബാറ്ററി റെഡിയാക്കിയ ഫോൺ. അപ്പോൾ നമുക്ക് ചാർജർ ഒന്ന് ജസ്റ്റ് ഊരി വിട്ടു നോക്കാം. ഇവിടെ ആരും ഇല്ല പിടിച്ച, അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, അപ്പോൾ റീസ്റ്റാർട്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്.